വർഷം എന്ന് പറയുമ്പോ നിങ്ങൾ സ്കൂൾ മുതലേ ഒരുമിച്ചാ? എനിക്കൊന്നും എന്റെ കോളേജിൽ പഠിച്ച ആരെ ഓർമ്മയില്ല. സ്നേഹ കല്യാണത്തിന് വന്നില്ലേ? ഞാൻ കണ്ടതേ ഇല്ല. ഞാൻ പുറത്തായിരുന്നു, അപ്പോൾ വരാൻ പറ്റിയില്ല. ഓ, അപ്പൊ ഹസ്ബൻഡൊക്കെ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതെന്തേ? എനിക്ക് ചൊവ്വാദോഷമുണ്ട്. വീട്ടിൽ നോക്കുന്നുണ്ട്, പക്ഷേ അപ്പം ശരി, ഞാൻ പോട്ടെ. നിക്ക്, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ഞാൻ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാ. എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പം ശരി, പോട്ടെ. എന്താ അല്ലേ, ഇപ്പോഴും ചൊവ്വാദോഷമൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. നീ നിനക്ക് അറിയുന്ന എന്തുറ്റി എന്താടി? എട്ട് വർഷത്തെ റിലേഷൻഷിപ്പിന് ശേഷം ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ രണ്ടാൾക്കും ഒരേ അഭിപ്രായമായിരുന്നു, സന്തോഷത്തോടെ പിരിയണം. പക്ഷേ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് അവനെ മറക്കാൻ പറ്റില്ലെന്ന്. തിരിച്ചല്ലാണെന്ന് വിചാരിച്ചപ്പോഴേക്കും അവൻ വേറെ റിലേഷൻഷിപ്പിലായി. പിന്നെ പെട്ടെന്ന് കല്യാണം. പക്ഷേ അന്നും ഇന്നും എനിക്ക് വേറൊരു റിലേഷൻഷിപ്പിനെ പറ്റി മൂന്ന് വർഷത്തിന് ശേഷം ഇന്ന് അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോഴും മോണായിട്ടില്ല. അമ്മു, ആ നീ എന്താ ഇവിടെ? ഞാൻ ഈ ഓഫീസിൽ വന്നയാ. നീ ഈ സമയത്താണോ ഓഫീസിൽ പോകുന്നത്? ഞാൻ കുറച്ച് ലേറ്റാ. അല്ല, തൃശ്യൊക്കെ എന്ത് പറയുന്നു? ഓ, വീട്ടിലുണ്ട്. ശരി, ഞാൻ പോട്ടെ. അമ്മു, എടി, നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ പിരിഞ്ഞത്? അതെ, എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മുടെ ഈ 8 വർഷത്തെ റിലേഷനിൽ നിനക്ക് ചൊവ്വാദോഷമുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല. ഞാൻ പോട്ടെ. അമ്മു, നീ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം ഞാൻ വിശ്വസിച്ചോട്ടെ? ഏയ്,